ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ പാട്ടും ബഹളവും ഡാൻസും ഒക്കെ കാണിച്ച് ഇത് ന്യൂ ഇയറിൻ്റെ വ്ളോഗാണ് കേട്ടോ. ന്യൂ ഇയറിൻ്റെ അടുത്ത് വെച്ചാണ്. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് കുറച്ചായെങ്കിലും കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ എന്താണ് ന്യൂ ഇയർ പരിപാടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ചിക്കൻ ഗ്രില്ലിൻ്റെ ആളാണ് അതിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നത്. നമുക്കാർക്കും ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. അവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പൊറോട്ടയും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്രില്ലിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കുറേ ലേറ്റ് ആയിപ്പോയി കേട്ടോ ഗ്രില്ലിൻ്റെ പരിപാടി തുടങ്ങാൻ വേണ്ടി. പിന്നെ പിള്ളേരെല്ലാം ഹാജരായിട്ടുണ്ട്. കാശി എണീറ്റ് ഓടും കേട്ടോ കാശിയുടെ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഹാജരായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ചേട്ടനും വൈഫും കൊച്ചുമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ബാക്കി നമ്മുടെ കടയിലെ പിള്ളേരാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഉള്ളതാണ്, ഗ്രില്ലിൻ്റെ പരിപാടി ഇവിടെ ഉള്ളതാണെങ്കിലും നമ്മളിങ്ങനെ ന്യൂ ഇയറിനൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ന്യൂ ഇയറിന് നമ്മുടെ പുതിയ വീട്ടിൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ന്യൂ ഇയറിനെ തീരുമാനിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ അടുത്ത വർഷം ന്യൂ ഇയറിന് നമ്മൾ താമസിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ വെച്ച് ഗ്രില്ലൊക്കെ ചെയ്യണം എന്ന്. പക്ഷെ അങ്ങനെ ആരെയും വിളിക്കാൻ അങ്ങനെയൊന്നും ആദ്യം ചിന്തയില്ലായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് നമ്മൾ മാത്രമായിട്ട് ഗ്രില്ല് ചെയ്താൽ അതൊരു രസമില്ലല്ലോ, എല്ലാവരും കൂടെ ഉണ്ടെങ്കിലല്ലേ അതൊരു രസമുള്ളൂ. പിന്നെ ഇവന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ DJ സെറ്റും ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ബോക്സൊക്കെ ആയിട്ട് വന്നിട്ട് പാട്ടൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടം, ഭയങ്കര സൗണ്ടാണ്. അയലത്തുകാരെ ഒന്നും ഉറക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും വെക്കാത്തത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ്. ഭയങ്കര സൗണ്ടിൽ ഇത് ഏകദേശം 1 മണി 2 മണി വരെയോളം ഇവിടെ ബഹളമായിരുന്നു. ഞങ്ങളുടെ അയലത്തുള്ള ഒരു മനുഷ്യർക്കും ന്യൂ ഇയറിനൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട് ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ഇത് 8 മണി ആയപ്പോഴും നമ്മളിത് ഗ്രില്ല് ഇങ്ങനെ ഇതിൻ്റെ സംഭവങ്ങളായതേ ഉള്ളൂ കേട്ടോ. പിന്നെ ആദ്യം തന്നെ മസാലയൊക്കെ തേച്ച് നമ്മൾ ചിക്കനൊക്കെ മാറ്റി കടത്തിയിട്ടൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വരുമ്പോൾ എനിക്കങ്ങനെ വലിയ പണികളൊന്നുമില്ല. ഇങ്ങനെ ഇഞ്ചി എടുത്ത് കൊടുക്കുക, വെളുത്തുള്ളി എടുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള കൊച്ചു പണികളൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും ചെയ്തോളും. ചിക്കനൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ അവന്മാർ തന്നെയാണ്. അങ്ങനെ കനലൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചേട്ടനുമായിട്ട് ഇവിടെ കിടന്ന് ഇടിയാണ് ഇതിൻ്റെ ഇടയ്ക്ക്. ഇതിങ്ങനെ കത്തിക്കുന്നതിനൊക്കെ രണ്ടുപേരുടെ ഗുസ്തി അവിടെയൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനെ എല്ലാം പുറത്തെടുത്ത് പാട്ടാണ്, പാട്ടിൻ്റെ ബോക്സാണ് കേട്ടോ ഇത്. വന്ന് 7 മണിക്ക് എന്തോ തുടങ്ങിയാണ് ഇതിൻ്റെ ബഹളം. ഇതിൻ്റെ ചവിട്ടിലാണ് എല്ലാവരും കൂടി ഇരിക്കുന്നത്. ഇതിന് മസാല ഇറങ്ങാൻ വേണ്ടി കുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോർക്കൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ മാറി തിരിഞ്ഞ് അതിൻ്റെ ചവിട്ടിലിരിക്കുകയാണ് കേട്ടോ. മിഷ്യൻ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ തീ ഊതാനൊന്നും മെനക്കെടുന്നില്ല ആരും. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, മിഷ്യൻ വെച്ചിട്ടാണ് അവരിങ്ങനെ അവരുടെ വർക്കിൻ്റെ മിഷ്യനൊക്കെ ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ പിന്നെ ഡാൻസും പാട്ടും ചെണ്ടയും ബഹളമൊക്കെ അത് കാശി കരോളിന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്തിട്ട് കൊട്ടിയിട്ടാണ് കേട്ടോ അവന്മാരും ബഹളവും തുള്ളലും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ തന്നെ ന്യൂ ഇയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ എല്ലാവരും പടക്കമൊക്കെ കത്തിക്കുകയും കമ്പൊക്കെ കൊളുത്ത് സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. വയലിൻ്റെ അവിടെ എവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ നിരത്തി വെച്ചിട്ട് നമ്മൾ ന്യൂ ഇയർ ആയാലും നമുക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള ഇതിൽ. അപ്പോൾ ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ കുറച്ച് മയോണൈസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തതും. പിന്നെ ഞാൻ വൈകിട്ട് കുറച്ച് ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത്രയും സമയം വരെ ഇരിക്കാം വിശക്കുമല്ലോ എന്ന് ഓർത്തിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ചപ്പാത്തി ചിക്കനായിട്ട് പിള്ളേർ നേരത്തെ കുറച്ച് കഴിച്ചു കേട്ടോ. പിള്ളേർ മാത്രമല്ല ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവന്മാർ മാത്രമേ ഉള്ളൂ കഴിക്കാൻ കേട്ടോ. അവന്മാർ അതിൻ്റെ ചവിട്ടി നിന്നിട്ടേ ഇല്ല. പിന്നെ ചിക്കൻ്റെ കൂടെ ഒരു ഗ്രേവിയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും എടുത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും മയണൈസും ഈ ഗ്രിൽഡ് ചിക്കനും കൂട്ടിയിട്ട് കഴിച്ചത്. എനിക്ക് നല്ല പനിയുണ്ട്, അതാണ് ഞാൻ ഒരുമാതിരി നിൽക്കുന്നത് കേട്ടോ. പനി കടുത്ത് വരുന്നു സമയം കഴിയും തോറും. അങ്ങനെ പക്ഷെ ഞാനിങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നു കേട്ടോ. ന്യൂ ഇയറൊക്കെ അല്ലേ, നമ്മൾ പനിയൊക്കെ നാളെ ആയാലും പനിക്കാം, ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ള ലെവലിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും കൂടെ ഓരോരോ പ്ലേറ്റൊക്കെ എടുത്ത് അവന്മാർ വലിയ പീസ് നോക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ പൊട്ടെന്ന് ചോദിച്ച കഷ്ടം അവന്മാരാണ് മൊത്തം കഷ്ടപ്പെട്ടത്. അതിൻ്റെ കീഴിലിരുന്ന് തീയും പുകയും കൊണ്ടതും മെനക്കെട്ടതും എല്ലാം അവരാണ്. സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇവിടെ കൊണ്ടു തന്നതും അവന്മാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടും കൂടെ ഷെയർ എടുത്ത് പകുതി എടുത്ത ഒരു പീസിൻ്റെ എനിക്ക് അത്രയും മതിയാവും. ഞാനൊരു പൊറോട്ടയെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ വേണ്ടായിരുന്നു. പനിയുടെ ആണെന്ന് തോന്നുന്നു, അങ്ങനെ വലിയ വിശപ്പോ ഒന്നും ഇല്ലാഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ ഇങ്ങനെയൊക്കെ പോയി ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാവരും ന്യൂ ഇയർ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിവേ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ.